കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങുമ്പോൾ പിൻഗാമിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇന്ത്യൻ വംശജ അനിത ആനന്ദിൻ്റെ പേരാണ്. മികച്ച 5 മത്സരാർത്ഥികളിൽ ഒരാളായാണ് അനിതയും വരുന്നത്. ആരാണ് അനിത ആനന്ദെന്നും കനേഡിയൻ രാഷ്ട്രീയത്തിൽ എന്താണ് അവരുടെ പങ്കെന്നും പരിശോധിക്കാം. നിലവിൽ കാനഡയുടെ ഗതാഗത മന്ത്രിയും അഭിഭാഷകയുമാണ് 57-കാരിയായ അനിത. 2019 ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതു മുതൽ ലിബറൽ പാർട്ടിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായാണ് അനിത അറിയപ്പെടുന്നത്. 2019 ഓക്വില്ലയിൽ നിന്നാണ് MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പൊതുസേവനവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ COVID-19 വാക്സിനുകൾ, PPE കിറ്റുകൾ എന്നിവ കാനഡയിലേക്ക് എത്തിക്കുന്നതിലും രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനുമുള്ള കരാറുകളിൽ ഒപ്പുവെക്കുന്നതിലും അവർ പ്രധാന പങ്കുവഹിച്ചിരുന്നു. കാനഡയുടെ ആഭ്യന്തരമന്ത്രിയായും അനിത തിളങ്ങിയിട്ടുണ്ട്. കനേഡിയൻ സായുധ സേനയുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും യുക്രൈൻ-റഷ്യ യുദ്ധത്തിൽ യുക്രൈന് കാനഡയുടെ പിന്തുണ ഉറപ്പാക്കുന്നതിലും അനിത പ്രധാന പങ്കുവഹിച്ചു. 2024 ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റത്. ഗതാഗത മന്ത്രി എന്ന നിലയിൽ നഗരതിരക്ക് പോലുള്ള വെല്ലുവിളികൾക്കുള്ള പരിഹാരം കണ്ടെത്താനും കാനഡയുടെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും അവർക്ക് സാധിച്ചു. ഗതാഗത മന്ത്രിസ്ഥാനത്തിന് പുറമെ ട്രഷറി ബോർഡിന്റെ പ്രസിഡന്റായും അനിത പ്രവർത്തിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയോടെ ലിബറൽ പാർട്ടിക്കുള്ളിലെ നേതൃമത്സരം ചൂടുപിടിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യതയുള്ളതും കഴിവുള്ളതുമായ സ്ഥാനാർത്ഥികളിൽ ഒരാളായാണ് അനിതയെ കാണുന്നത്. കാനഡയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകാൻ അനിതയ്ക്കാകുമെന്ന് വിശ്വസിക്കുന്നവർ പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. പൊതുജനാരോഗ്യം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിൽ ശ്രദ്ധ ചെലുത്തുന്ന അവർ ലിംഗസമത്വം, വൈവിധ്യം, LGBTQ+ അവകാശങ്ങൾ എന്നിവയുടെ വക്താവായും അറിയപ്പെടുന്നു. ക്വീൻ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ BA, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് നിയമതത്വശാസ്ത്രത്തിലും ഡൽഹൌസി സർവകലാശാലയിൽ നിന്ന് നിയമപഠനത്തിലും ബിരുദം. തുടർന്ന് ടൊറന്റോ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ മാസ്റ്റർ ബിരുദവും അനിത കരസ്ഥമാക്കി. നോവ സ്കോട്ടിയയിലെ കെൻ വില്ലയിലാണ് അനിത ആനന്ദിന്റെ ജനനം. അമ്മ സരോജ് D. റാം പഞ്ചാബ് സ്വദേശിയും അച്ഛൻ SV ആനന്ദ് തമിഴ്നാട് സ്വദേശിയുമാണ്. രണ്ടുപേരും ഡോക്ടർമാരാണ്. അനിതയ്ക്ക് ഗീത ആനന്ദ്, സോണിയ ആനന്ദ് എന്നീ 2 സഹോദരികളുമുണ്ട്. ഭർത്താവ് ജോൺ കനൗൾട്ടോൺ കാനഡയിൽ അഭിഭാഷകനാണ്. 4 മക്കളാണ് ഇവർക്കുള്ളത്. അനിതയെ കൂടാതെ മുൻ ഉപപ്രധാനമന്ത്രി കൂടിയായിരുന്ന ക്രിസ്റ്റീയ ഫ്രീലാൻഡ്, ബാങ്ക് ഓഫ് കാനഡയുടെ മുൻ ഗവർണറായിരുന്ന മാർക്ക് കാർണി, ധനമന്ത്രി ഡൊമിനിക് D. ബ്ലാങ്ക്, വിദേശകാര്യമന്ത്രി മെലനി ജോളി എന്നിവരുടെ പേരുകളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ കാനഡയുടെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാണെന്നത് തീർച്ചയാണ്.